കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം വടക്കാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് ആവേശപൂർവ്വം നടന്നു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഈ വിദ്യാലയം നമുക്ക് ഈ അധ്യയന വർഷം തന്നെ കൂടുതൽ കുട്ടികളും രക്ഷിതാക്കളുമായി ഒരു ഗംഭീര സംവിധാനമായി തലയുയർത്തി നിൽക്കുക. ഈ മിനി ഓഡിറ്റോറിയം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മിനി ഓഡിറ്റോറിയം ഇന്ന് വളരെ സൗകര്യപൂർവ്വം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഓഡിറ്റോറിയത്തിൽ പൂർണ്ണമായി നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ വരാന്തയുടെ വലിപ്പത്തിലുള്ള സ്റ്റേജ് ഇടാൻ പാടുള്ളൂ, പൊക്കത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വരാന്തയെയും ഈ സംവിധാനത്തെയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ അസംബ്ലി ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും എന്നതാണ്. അപ്പുറത്തുകൂടെ പുറകിൽ നമുക്ക് അടുക്കളയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവിടേക്കുള്ള വാഹന ഗതാഗതം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ അത്രയും സ്ഥലം അവിടെ ഇപ്പോൾ മാറ്റിയിട്ടിട്ടുള്ളത് എന്നുകൂടി. നഗരസഭാ ചെയർപേഴ്സൺ വിനി അരവിന്ദൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയെ സ്മൃതി കൂട്ടായ്മ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിദ്യാലയത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച മുൻ അധ്യാപകൻ സോമശേഖരൻ മാസ്റ്റർ, മുൻ സ്കൂൾ ജീവനക്കാരൻ N ശ്രീധരൻ, ഡോക്ടർ ശങ്കരൻകുട്ടി എന്നിവരെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. വടക്കാഞ്ചേരി GBHSന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള മനോഹരമായ സ്കൂൾ ബാഗുകൾ ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ, ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ്, കൗൺസിലർ S രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. You are watching VCV News.